603. താൻ പിടിച്ച മുയലിന് കൊമ്പ് 3. എനിക്ക് നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ. മോഹനേട്ടൻ പൊയ്ക്കോ. നീ ഇവിടെ ഇങ്ങനെ മുറ്റടിച്ചോണ്ട് ഞാൻ എങ്ങനെ പോവും? ഞാൻ മുറ്റടിക്കുന്നു, മോഹനേട്ടൻ പോകുന്നതായിട്ട് എന്താ ബന്ധം? സാധാരണ ഞാൻ പോകുന്നതിന് മുമ്പ് നീ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരുമായിരുന്നു. അതൊക്കെ ഞാൻ സാധാരണ ചെയ്യുന്ന എന്തൊക്കെയാ? രാവിലെ ചായ ഉണ്ടാക്കി 8:30 ആകുമ്പോഴേക്കും കഴിക്കാനുള്ളത് വെച്ചുണ്ടാക്കി വിളമ്പി തരും. അത് രണ്ടും ഞാൻ ചെയ്തു തന്നില്ലേ? അത് കഴിഞ്ഞ് മോഹനേട്ടന് ഷർട്ടും മുണ്ടും തേച്ചു തരും. അങ്ങനെ തേച്ച ഷർട്ടും മുണ്ടും അല്ലേ ഇത്? ഇനി എന്താണ് സാറിന്റെ പ്രശ്നം? ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കി മോഹനേട്ടന്റെ ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ മുറ്റടിക്കാനെ കൊണ്ട് ഇറങ്ങിയത്. ആ ബാഗ് ഒന്ന് കുഞ്ഞിതായിട്ട് തുറന്ന് നോക്കിയിരുന്നെങ്കിൽ കാണാതില്ലേ? മോഹനേട്ടാ, രാവിലെ ചുമ്മാ വഴക്കിന് നിൽക്കാതെ വേഗം ഓഫീസിൽ പോകാൻ നോക്കിയാട്ടെ. എന്തൊക്കെ ചെയ്തു കൊടുത്താൽ അവസാനം മോഹനേട്ടനെ വഴക്ക് കേൾക്കാതെ പറ്റില്ല. സത്യം പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടത്. അപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കൂ. ഹലോ, സത്യപാല, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. സത്യപാലൻ പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ രാവിലെ തന്നെ മോഹനോട് പറഞ്ഞിരുന്നു. എന്താ വേണ്ടെന്ന് വെച്ചാൽ മോഹനോട് ചെയ്തോളും. ഇന്നലെയോ? അത് ഞാൻ അറിഞ്ഞില്ല. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം. മോഹനട്ടാ, ശശിധരൻ ഇന്നലെ വില്ലേജ് ഓഫീസ് വന്നിരുന്നോ? സത്യപാലന്റെ അനിയൻ ശശിധരൻ. കളിക്കില്ലേ മോനട്ടാ? എന്റെ കൂടെ ജോലി ചെയ്യുന്ന അഡ്വക്കേറ്റ് സത്യപാലൻ. സത്യപാലന്റെ അനിയന്റെ വസ്തു പോക്കുവരവ് ചെയ്യാനായി വില്ലേജ് ഓഫീസിൽ വന്നോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. ഒരു വില്ലേജ് ഓഫീസിൽ ഓരോ ദിവസവും എത്രയോ പേർ വസ്തു പോക്കുവരവ് ചെയ്യാനായി വരുന്നുണ്ട്. അതിൽ ചിലപ്പോ ശശിധരനും കാണും. അങ്ങനെയൊക്കെ പറഞ്ഞാ പോരല്ലോ മോഹനട്ടാ. സത്യപാലന്റെ അനിയൻ ശശിധരൻ കഴിഞ്ഞ ആഴ്ച വസ്തു പോക്കുവരവ് ചെയ്യാനുള്ള അപേക്ഷ തന്നിരുന്നു. അപേക്ഷ കണ്ടപാടെ മോഹനേട്ടൻ പറഞ്ഞു, സർവേ നമ്പറിൽ ഒരു പിശകുണ്ട്, പോക്കുവരവ് നടക്കില്ല എന്ന്. വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ ആ പോക്കുവരവ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്ന് വില്ലേജ് ഓഫീസറായ മോഹനേട്ടന് പറയാം, എനിക്ക് പറയാം. എന്നിട്ടും മോഹനേട്ടൻ വാശി പിടിക്കുന്നു. ഒടുവിൽ മിനിങ്ങാന്ന് സത്യപാലൻ എന്നോട് കാര്യം പറഞ്ഞു. ഇന്നലെ ഓഫീസിൽ പോകാൻ നേരം ഞാൻ മോഹനേട്ടനോട് കാര്യം പറഞ്ഞിരുന്നു. മോഹനേട്ടൻ നോക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോയി. എന്നിട്ടോ നോക്കിയപ്പോ എനിക്ക് തോന്നി സർവേ നമ്പറിലെ ആ പിശക് തിരുത്തിയിട്ട് വസ്തു പോക്കുവരവ് ചെയ്താൽ മതി എന്ന്. ഇന്നലെ ശശിധരൻ വന്നപ്പോ അത് പറയുകയും ചെയ്തല്ലോ. ഇന്നലെ മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞ കാര്യം പറയാനാണ് സത്യപാലൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്തൊരു കഷ്ടം എന്റെ മോഹനേട്ട ഇത്. ഒരു നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? പ്രശ്നം നിസാരമാണെങ്കിലും പ്രശ്നമാണല്ലോ. സർവേ നമ്പർ തിരുത്താതെ ശശിധരന്റെ വസ്തു പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ല. മോനേട്ടാ, ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ കടുപിടുത്തം പിടിക്കുന്ന എന്തിനാണ് മോനേട്ടാ? ഞാൻ മോഹനേട്ടന്റെ ഭാര്യയല്ലേ. ഭാര്യ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും സമ്മതിച്ചിരുന്നോണ്ട് എന്ത് ദോഷം സംഭവിക്കാനാ? വീട്ടിൽ അരിയും പഞ്ചസാരയും പച്ചക്കറിയും വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ നിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. നിനക്കോ എനിക്കോ പുതിയ തുണി വാങ്ങുന്ന കാര്യത്തിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇത് ഓഫീസ് കാര്യമാണ്. ഓഫീസ് കാര്യത്തിൽ ഭാര്യയുടെ വാക്ക് കേൾക്കാൻ പറ്റില്ല. ഇത് ദുർവാശയാണ് മോഹനേട്ടാ. ഞാൻ സത്യപാലൻ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ. സത്യപാലൻ അലീന മോഹനേട്ടനെ കൊണ്ടൊരു ആവശ്യം വരുമ്പോ അത് സാധിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ എന്റെ വില എന്താവും? അത്ര പോലും ചെയ്യാൻ സാധിക്കാത്ത എന്നെ പിന്നെ എല്ലാവരും കൂടെ കളിയാക്കില്ലേ? ആവാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. വില്ലേജ് ഓഫീസിലെ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാരാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. അല്ലാതെ ഭാര്യ പറയുന്നത് കേട്ട് വില്ലേജ് ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ മോഹനേട്ടനോട് അന്യായമായി എന്തെങ്കിലും ചെയ്യാനാണോ പറഞ്ഞത്? അല്ലല്ലോ. ഒരു നിസാര കാര്യത്തിന്റെ പേരിലാണ് ശശിധരന്റെ പോക്കുവരവ് മോഹനേട്ടൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യില്ല എന്ന് മോഹനേട്ടൻ വാശി പിടിച്ചോണ്ടിരിക്കുകയാണിപ്പോ. ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. ശശിധരന്റെ പോക്കുവരവ് നടക്കില്ല. ഞാൻ സത്യപാലനോട് എന്ത് പറയും മോഹനേട്ടാ? സത്യപാലനോട് നീ പറയണം.
സത്യപാല, എന്റെ ഭർത്താവ് കെ മോഹനകൃഷ്ണൻ സാറ് സത്യസന്ധനും ഉത്തരവാദിത്വ ബോധമുള്ളവനുമായ ഒരു വില്ലേജ് ഓഫീസറാണ്. നിയമം വിട്ട് ഒന്നും അദ്ദേഹം ചെയ്യില്ല. അതുകൊണ്ട് ഇമാതിരി ശുപാർശയുമായി മേലിൽ എന്റെ അടുത്ത് വരരുത് എന്ന് നീതിമാനും മാന്യനുമായ ഈ വില്ലേജ് ഓഫീസറുടെ ഭാര്യ ആയതിൽ നിനക്ക് ഭയങ്കര അഭിമാനമാണെന്ന് പറഞ്ഞേക്ക്. പ്രസംഗല്ലേ? അല്ല. ഹലോ. ആഹാ, നമസ്കാരം സാർ. ഞാൻ ഇന്ന് താലൂക്ക് ഓഫീസിലേക്ക് വരുന്നുണ്ട്. 10 മണിക്ക് മുമ്പ് ഞാനെത്തും. വരുന്ന കാര്യം സാർ? അതെയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഭാമയോട് ചോദിക്കാം സാർ. ശരി സാർ. ഭാമേ, ഒരു പുഷ്പാങ്കതന്റെ കേസിൽ ഏറ്റോ? ഏത് പുഷ്പാങ്കതൻ? ഒരു അതിർത്തി തർക്കത്തിന്റെ കേസാ. പുഷ്പാങ്കതൻ നിന്നെ കാണാൻ ഇന്നലെ ആഫീസിൽ വന്നില്ലേ? ഒരു വക്കീൽ ഓഫീസ് ആകുമ്പോ അങ്ങനെ പലരും അവിടെ വരും. അത് ചിലപ്പോ ഒരു പുഷ്പാങ്കതൻ ഉണ്ടായിരിക്കും. അതല്ലല്ലോ പ്രശ്നം. പുഷ്പാങ്കതൻ ആർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്നറിയാമോ നിനക്ക്? ഒരു പ്രസാദിനെതിരെ. ആ പ്രസാദ് ആരാണ് എന്ന് അന്വേഷിച്ചോ നീ? എന്നിട്ട് പുഷ്പാങ്കതൻ എന്നെ കാണാൻ ആഫീസിൽ വന്നു. കേസിന്റെ കാര്യം സംസാരിച്ചു. ഞാൻ കേസ് ഏറ്റു. അത്രേ ഉള്ളൂ കാര്യം. ഈ എതിർകക്ഷി ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. തഹസിൽദാർ അളിയൻ പ്രസാദാണ് എതിർകക്ഷി. ആയിരിക്കും. അതിനെന്താണ്? അതിനെന്താണോ? ഞാൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുമ്പോൾ എന്റെ മേലുദ്യോഗസ്ഥനായ തഹസിൽദാരുടെ അളിയനെതിരെ എന്റെ ഭാര്യ കേസ് വാദിക്കാന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ മര്യാദ? അങ്ങനെ സംഭവിച്ചാൽ എന്റെ മാനം പോയില്ലേ? നീ കേസ് വാദിക്കാൻ പറ്റില്ല. മോഹനേട്ടാ, വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാണ്? ഞാൻ ഒരു വക്കീലാണ്. ഒരു കക്ഷി എന്നെ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാദിച്ച് ജയിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. എതിർകക്ഷി ആരായാലും, അതിപ്പോ തഹസിൽദാരുടെ അനിയനെന്നല്ല മോഹനേട്ടൻ തന്നെയായാലും എനിക്ക് ഒരു പ്രശ്നവും. ഞാൻ പുഷ്പാങ്കതന്റെ കേസ് വാദിക്കും. അതിലെനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഇത് കുട്ടികളെയല്ല. തഹസിൽദാരുടെ അളിയനെതിരെ നീയാണ് കേസ് വാദിക്കുന്നതെന്ന് താലൂക്ക് ഓഫീസർ അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഇതൊക്കെ എന്തിനാണ് താലൂക്ക് ഓഫീസിലുള്ളവർ സംസാരിക്കുന്നത്? രണ്ടുപേര് തമ്മിൽ ഒരു വസ്തുതർക്കമുണ്ടായി, അത് കേസായിട്ടുണ്ടെങ്കിൽ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് കോടതിയല്ലേ? പക്ഷെ തഹസിൽദാരുടെ അളിയനെതിരെ കേസ് വാദിക്കുന്നത് നീ എന്റെ ഭാര്യയാണ്. ഈ സംഭവം പുറത്തറിയുമ്പോ കേൾക്കുന്നവർ കരുതും എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്തവളാണ് നീ എന്ന്. മോഹനേട്ടാ, നമ്മൾ തമ്മിൽ ഇപ്പൊ ഇതൊന്നും സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അരിയും പഞ്ചസാരയും പച്ചക്കറിയും വാങ്ങുന്നതിനെ പറ്റിയും മോഹനേട്ടനും എനിക്കും പുതിയ ഡ്രസ്സ് വാങ്ങുന്നതിനെ പറ്റിയും മുറ്റത്തെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാമല്ലോ. എനിക്കും. മോഹനേട്ടാ, ഞാനൊരു വക്കീലാണ്. ഒരു വക്കീലൊരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് മാറുന്നത് ശരിയാണോ? ഞങ്ങൾ വക്കീലന്മാരുടെ ഇടയിലും ചില ചട്ടങ്ങളും രീതികളൊക്കെ ഉണ്ട്. ഒരു വക്കീൽ എന്നുള്ള നിലയിൽ അതൊക്കെ പിന്തുടരുക എന്നുള്ളതാണ് എന്റെ കടമ. അല്ലാതെ എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു കേസ് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? പക്ഷെ ഭർത്താവിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ കടമയാണ്. ഭാര്യയ്ക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു കടമയില്ല. ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കാത്ത ഭർത്താവിന് ഇങ്ങനൊരു ന്യായം പറയാനുള്ള അവകാശമില്ല. ഓഹോ, നീ ബ്രിഗേഡിയറാണോ? ശശിധരന്റെ പോക്കോട് നടത്തി കൊടുക്കാത്തതിന്റെ പേരിലാണിതെങ്കിൽ നീ അനുഭവിക്കും. എന്തനുഭവിക്കാൻ? മോഹനേട്ടാ എന്നോട് അന്യായം കാണിക്കുന്നു. തൊട്ടടുത്ത നിമിഷം അതേ അന്യായം തിരിച്ചു കാണിക്കാൻ ദൈവമായിട്ടാണ് എനിക്കൊരു അവസരം തരുന്നത്. അപ്പൊ ഞാനത് ഉപയോഗിക്കണ്ടേ? അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്ത് തോന്നും? ഞാൻ തഹസിൽദാരോട് പറയും. അത് ഞാൻ പറഞ്ഞുതരാം. തഹസിൽദാരെ, എന്റെ ഭാര്യ സത്യഭാമ സത്യസന്ധയും വാക്കിന് വില കൽപ്പിക്കുന്നതുമായ ഒരു വക്കീലാണ്. അവളൊരു വാക്കു പറഞ്ഞാൽ വാക്കാണ്. അതുകൊണ്ട് ഇമാതിരി ശുപാർശകളുമായി മേലിൽ എന്നെ വിളിക്കരുത് എന്നങ്ങ് പറഞ്ഞേക്കാം. സത്യസന്ധയും മാന്യമായ ഒരു വക്കീലിന്റെ ഭർത്താവായതിൽ മോഹനേട്ടന് ഭയങ്കര അഭിമാനമാണെന്ന് പറഞ്ഞേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ?
പുഷ്പാങ്കദനാ? ആ പുഷ്പാങ്കദ, ആ ഞാൻ പുഷ്പാങ്കദന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഓഫീസിലെത്താൻ വൈകും. ഒരു കാര്യം ചെയ്യ്, പുഷ്പാങ്കദന് വീട്ടിലേക്ക് വന്നാൽ മതി. ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വീട് അറിയില്ലേ? വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ വീട് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരില്ലേ. അത്രയ്ക്ക് പ്രശസ്തനല്ലേ വില്ലേജ് ഓഫീസർ? ഓ ശരി, ആയിക്കോട്ടെ. ചുമ്മാ അങ്ങ് പോഴ്ത്തിന്നുള്ളൂ. ഞാനിനി മറ്റുള്ളവരുടെ മോഹനേട്ടനെ പറ്റി നല്ലത് പറഞ്ഞില്ലാന്ന് വേണ്ട. ആ ഉത്തമം വന്നിട്ടുണ്ട്. ഇനി എന്നോട് ഇവിടെ നിന്ന് തർക്കിക്കാതെ ഉത്തമനോട് കാര്യം എന്താന്ന് ചോദിക്കൂ. ചെല്ലൂ. നമസ്കാരമുണ്ട് സാറേ. സാറേ, കോയിക്കല്ല രാമൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഇന്നത്തേക്ക് ശരിയാക്കി തരാമെന്ന് സാർ പറയുകയും ചെയ്തു. അത് അവിടെ നിൽക്കട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാരെ നാണം കെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? ഏത് ഭാര്യയാണ് സാർ അങ്ങനെ ചെയ്തത്? എനിക്കാകെ ഒരു ഭാര്യയുള്ളൂ. ഓ ആ ഭാര്യയുടെ കാര്യം പറഞ്ഞത്. വക്കീൽ എന്താണ് ചെയ്തത്? ഞാൻ പറയാം. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലിന്റെ അനിയൻ ശശിധരൻ ഒരു പോക്കുവരവനായി മോഹനേട്ടനെ കാണാൻ ചെന്നു. നിസാരങ്ങളിൽ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് വില്ലേജ് ഓഫീസർ അത് മുടക്കി. ഞാൻ ശശിധരന് വേണ്ടി ഒന്ന് സംസാരിച്ചപ്പോ ആഫീസ് കാര്യങ്ങളിൽ ഭാര്യ ഇടപെടണ്ട, മോഹനേട്ടന് ചോറും കറിയും വെച്ചു കൊടുക്കുന്നതിനപ്പുറം മോഹനേട്ടന്റെ ഒരു കാര്യവും ഞാൻ അന്വേഷിക്കാൻ പാടില്ല എന്ന് മോഹനേട്ടൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവൾ പറയുന്നത് കേട്ട് പോക്കുവരവ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഇവൾ ചെയ്യുന്നതെന്ന് എന്താണ് സാറേ? തഹസിൽദാരുടെ അളിയനെതിരെ ഏതോ ഒരു പുഷ്പാങ്കദം കൊടുത്ത കേസ് ഇവള് വാദിക്കുമെന്ന്. മര്യാദയാണോ? തഹസിൽദാർ എന്നെ പറ്റി വിചാരിക്കും. പിന്നെ അല്ലാതെ. ഇനി മുതൽ എന്തെങ്കിലും കേസ് വരുമ്പോ ഞാൻ തഹസിൽദാരെ വിളിച്ചു ചോദിക്കാം, സാർ ഈ കേസിലെ എതിർകക്ഷി തഹസിൽദാരുടെയോ കളക്ടറുടെയോ ആരെങ്കിലും ആണോ? ഈ കേസ് ഞാനൊന്ന് വാദിച്ചോട്ടെ സാർ എന്ന്. ഞാനൊരു വക്കീലല്ലേ ഉത്തമ? ഞാനെനിക്ക് തോന്നുന്ന ദിവസം വാദിക്കും. വക്കീലേ, വക്കീലേ, എന്താണ് വക്കീലെ സംഭവം? ഇത്രക്ക് അഹങ്കാരം കൊള്ളില്ല ഉത്തമ. ശശിധരന്റെ പോക്ക് ഒരു മോഹനേട്ടൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമായി ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിചാരിക്കില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊരു സന്തോഷമാവൂലോ. എനിക്ക് സന്തോഷമുള്ളത് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മോഹനേട്ടന്റെ ഏറ്റവും വലിയ സന്തോഷം. അല്ല, എന്നാലും വക്കീലെ, തഹസീൽദാരുടെ അളിയനെതിരെ വക്കീൽ കേസ് വാദിച്ചു കഴിഞ്ഞാലേ അത് മോഹനേട്ടൻ സാറിനൊരു ക്ഷീണാവുമല്ലോ. എന്ത് ചെയ്യാൻ പറ്റൂ ഉത്തമ? ഞാൻ കേസ് ഏറ്റുപോയില്ലേ. ഏറ്റെടുത്ത കേസ് വാദിക്കില്ല എന്ന് ഒരു വക്കീൽ ഇവിടെ പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും എനിക്കൊരു കേസ് തരുമോ? അല്ലെങ്കിൽ തന്നെ വില്ലേജ് ഓഫീസറുടെ പെരുമാറ്റം ഇങ്ങനെയല്ലേ? എന്റെ ഒരു കാര്യം മോഹനോട് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാനും ഇനി ഇങ്ങനെയാ. ഈ കേസ് ഞാൻ വാദിക്കുമെന്ന് മാത്രമല്ല, തഹസിൽദാരുടെ അനിയനെ ഒരു വഴിക്കാക്കാതെ എനിക്ക് വിശ്രമം ഉണ്ടാകും. അങ്ങനെ തഹസിൽദാരുടെ അളിയനുണ്ടാവുന്ന ദോഷങ്ങൾക്ക് ഉത്തരവാദി ഈ വില്ലേജ് ഓഫീസർ മാത്രമായിരിക്കും. നീ ഇങ്ങനെ പേടിപ്പിച്ചാൽ ശശിധരന്റെ പോക്കുവരവ് നടക്കുമെന്നായിരിക്കും നിന്റെ ധാരണ. അത് വെറുതെ. മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ രാമൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം. വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വില്ലേജ് ഓഫീസറിൽ നിന്നാണ്. വില്ലേജ് ഓഫീസർ വീടിനകത്തു അറിയാം. രാവിലെ മെനക്കെട്ട് ഇറങ്ങിയത് വെറുതെയായി. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണം എന്റെ കാര്യം നടന്നുമില്ലല്ലോ വക്കീലെ. വില്ലേജ് ഓഫീസർ വഴക്കുണ്ടാക്കാത്ത നേരത്തെ കാണണമെങ്കിൽ ഉത്തമൻ ഒരു കാര്യം ചെയ്യും. രാത്രി ഒരു 2 മണിയാകുമ്പോഴേക്കും ഉത്തമൻ വന്നാൽ മതി. അപ്പോ വില്ലേജ് ഓഫീസർ കൂർക്കം വരച്ച് ഉറക്കമായിരിക്കും. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ സാറ് വഴക്കുണ്ടാക്കാതിരിക്കാറുള്ളൂ. മനസ്സിലായല്ലോ? ഇന്ന് ആരെയാണടേ കണി കണ്ടത്? കഷ്ടം. അതൊക്കെ ഞാൻ ഏറ്റെന്നേ. ഈ പ്രശ്നം ഒന്ന് തീർന്ന ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ അതെ, അതൊക്കെ എന്നോട് പറയണോ? ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യില്ലേ. അവനെ ഇത്തവണ ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും. ഈ പുഷ്പാങ്കദനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അവൻ മനസ്സിലാക്കട്ടെ. ഞാൻ വക്കീലിന്റെ വീട്ടിലേക്ക് പോവാ. ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സത്യഭാമ വക്കീൽ കേസ് വാദിച്ചാ പിന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഇവനാണ് അവൻ. അതെ അതെ, വക്കീലിന്റെ ഭർത്താവായ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. ആ കക്ഷിയുടെ വീട് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് ശരി. ശരി, ഞാൻ വക്കീലിനെ കണ്ടിട്ട് വിളിക്കാം. ആളെ തിരിച്ചറിയാൻ പാടില്ലല്ലോ. എന്താ പേര്? പുഷ്പാങ്കദൻ. നല്ല പേര്. എന്തോ കേസിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഒരതിർത്തി തർക്കവാ. പ്രസാദ് എന്നൊരുത്തനെ കൊണ്ട് ഭയങ്കര ശല്യം. അവനെതിരെ കേസ് കൊടുത്ത് അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ. എന്നിട്ടാണോ സത്യഭാമ വക്കീലിനെ കേസ് ഏൽപ്പിക്കുന്നത്? അല്ല, നിങ്ങൾ ഫോണിൽ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. സത്യഭാമ വക്കീൽ ഭയങ്കര മിടുക്കിയ. ഏത് കേസ് ഏറ്റെടുത്താലും ജയിക്കും. ഞാൻ അന്വേഷിച്ചു. എന്റെ പൊന്നു ചേട്ടാ, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. സത്യഭാമ വക്കീല് 10 കേസ് വായിച്ചാൽ ഒരെണ്ണം ജയിക്കൂ, ബാക്കി 9 8 പൊട്ടും. എന്നിട്ട് ജയിച്ച ഒരു കേസിന്റെ കഥ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. നാട്ടുകാരെ വിശ്വസിക്കുകയും ചെയ്യും. ഏയ്, അങ്ങനൊന്നുമില്ല. സത്യഭാമ വക്കീലിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അങ്ങനെ പറയുന്ന ആരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്? അതൊക്കെ ആ വക്കീലിന്റെ ആൾക്കാരാ. അവരെ കൊണ്ട് ആ വക്കീൽ പറഞ്ഞു പറയിപ്പിക്കുന്നതാ. സത്യത്തിൽ കേരളത്തിൽ ഇത്രയും ബുദ്ധിയില്ലാത്തൊരു വക്കീലില്ല. ചേട്ടന് കേസ് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ നല്ല വക്കീലിനൊക്കെ. അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ? ഞാൻ മാർത്താണ്ഡൻ. മാർത്താണ്ഡനോ? അതേത് മാർത്താണ്ഡൻ? ഞാൻ പണ്ടൊരു കേസ് ഈ ഉണക്ക വക്കീലിനെ ഏൽപ്പിച്ചു. ഞാൻ വാദിച്ചാ പോലും ജയിക്കാവുന്ന ആ കേസ് ഈ വക്കീൽ വാദിച്ച് തോറ്റ്. അതിന്റെ പേര് ഞാൻ എന്തൊക്കെ പ്രയാസം അനുഭവിച്ചെന്നറിയാമോ? ഈ വക്കീലിന്റെ ഭർത്താവ് ഒരു വില്ലേജ് ഓഫീസറാണ്. അത് തങ്കപ്പെട്ട മനുഷ്യൻ. സത്യവും നീതിയും വിട്ട് ഒന്നും ചെയ്യില്ല. അയാളുടെ ഭാര്യയാണല്ലോ എന്ന് കരുതി പലരും സത്യഭാമ വക്കീലിനെ കേസ് ഏൽപ്പിക്കും. വക്കീല് കേസ് വായിച്ച് തോക്കും. ഈ വക്കീലിനെ കൊണ്ട് ആ പാവം മോഹനേശ്വർ സാറ് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് അറിയാമോ? ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? വേറെ വക്കീൽമാരെ വേണമെങ്കിൽ ഞാൻ പേര് പറഞ്ഞുതരാം. ചേട്ടന് കേസ് ജയിക്കണമെന്നുണ്ടെങ്കിൽ വേറെ വക്കീൽമാരെ പോയി കാണും. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. വക്കീൽ നല്ല ഒന്നാം തരം വക്കീലാണെന്ന് എനിക്ക് വിശ്വാസമുള്ളവരാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഞാൻ എന്തായാലും സത്യഭാമ വക്കീലിനെ കേസ് ഏൽപ്പിക്കുള്ളൂ. കഷ്ടം. സത്യഭാമ വക്കീലിനെ കേസ് ഏൽപ്പിക്കുന്നതിൽ നല്ലത് പോയി ആത്മഹത്യ ചെയ്തതാ. ചേട്ടാ, അവര് LLB പാസ്സായത് കോപ്പി അടിച്ചിട്ടാ. അതറിയാമോ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ അവരെ കേസ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി അവരെ കേസ് ഏൽപ്പിക്കും. അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. പോരെ? അയ്യോ, ഇറങ്ങിയിരിക്കുക. ഇത്രയും പറഞ്ഞിട്ടൊന്നും മാറ്റമില്ല. ഇവക്ക് നാട്ടിൽ ഇത്ര നല്ല പേരുണ്ടോ? ഈ കേസ് മുടക്കാൻ എന്താ ഒരു വഴി? എന്തായാലും തുനിഞ്ഞിറങ്ങി. അവൾ എന്താ അയാളോട് പറയുന്നതെന്ന് അറിയണം. നമസ്കാരം വക്കീലെ. നമസ്കാരം. പുഷ്പാങ്കദൻ ഇത്ര പെട്ടെന്ന് എത്തുന്നത് ഞാൻ കരുതിയില്ല. ആവശ്യക്കാരനായി പോയില്ലേ വക്കീലെ? നാളെയെങ്കിലും കേസ് ഫയൽ ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമാവും. അതുകൊണ്ട് പെട്ടെന്ന് വരികയായിരുന്നു. വക്കീല് സഹായിച്ചില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം. പുഷ്പാങ്കദൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ വക്കീലായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ തോന്നൂല്ലോ. വക്കീലുണ്ടായ പോരല്ലോ, കേസ് ജയിക്കണ്ടേ? വക്കീൽ വാദിച്ച കേസ് ജയിക്കുമെന്നാ എല്ലാരും പറയുന്നേ. പക്ഷേ വക്കീലിനും ശത്രുക്കളുണ്ട് കേട്ടോ. ഞാൻ വരുന്ന വഴി ഒരാളെ കണ്ടു. അയാളുടെ പേര് മാർത്താണ്ഡൻ എന്നാ. വക്കീൽ അയാളുടെ കേസ് വാദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ ഓർക്കുന്നില്ല. വക്കീല് വാദിച്ചതുകൊണ്ടാ കേസ് തോറ്റത്. വക്കീലിന് കേസ് വാദിക്കാൻ അറിയില്ല. വക്കീല് 10 കേസ് വാദിച്ച അതിൽ 9ലും തോൽക്കും എന്നൊക്കെ അയാൾ പറഞ്ഞത്. വക്കീൽ LLB പരീക്ഷ ജയിച്ചത് കോപ്പി അടിച്ചിട്ടാണെന്നും അയാൾ പറഞ്ഞു. ഓ, മാർത്താണ്ഡൻ. എനിക്കിപ്പോ ആളെ മനസ്സിലായി. ഷർട്ടുമുണ്ടോ അല്ലേ വേഷം? ആ, നല്ല വടി പോലെ തേച്ച് മിനിക്ക് ഷർട്ടുമുണ്ടോ? അതെ. കയ്യിൽ ഒരു കാലം കൂടെയും ബാഗും. അത് തന്നെ. അപ്പോ അയാൾ പറഞ്ഞത് സത്യമാണല്ലേ? പിന്നെ ആ മകൻ സത്യമല്ലേ പറയുള്ളൂ.
വക്കീലെ, എന്റെ കേസ് വക്കീൽ വാദിച്ചേ പറ്റൂ. ഞാൻ എത്ര രൂപ വേണമെങ്കിലും ഫീസ് തരാം. പുഷ്പാങ്കദൻ ഇന്നലെ ഓഫീസിൽ വന്ന് ഈ കേസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്താണ് പറഞ്ഞത്? അത് കേസ് വാദിക്കാൻ പറ്റില്ല. എതിർകക്ഷി ആരാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ പറഞ്ഞതാണ് ഈ കേസ് ഞാൻ വാദിക്കില്ല എന്ന്. കേസിലെ ന്യായവും കിട്ടുന്ന ഫീസും ഒന്നുമല്ല എനിക്ക് പ്രധാനം. ഞാൻ ആ കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മോഹനേട്ടന് പ്രയാസവും. മോഹനേട്ടന് പ്രയാസമുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും ഈ കേസ് വാദിക്ക് എന്നെ കിട്ടില്ല പുഷ്പാങ്കദ. പിന്നെ വക്കീൽ എന്തിനാ എന്നോട് ഇവിടെ വന്ന് കാണാൻ പറഞ്ഞേ? ഒരു വാശിയുടെ പുറത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷേ അത് കേട്ടുപാടെ പുഷ്പാങ്കദൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കരുതിയില്ല. തിരിച്ചു പിടിച്ച് വരണ്ടെന്ന് പറയാൻ ഞാൻ മറന്നുപോയി. അതെന്റെ തെറ്റ്, ക്ഷമിക്കൂ. ഇത് അവസാന തീരുമാനമാണോ? അവസാനത്തെ തീരുമാനം ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. ഈ കേസ് ഞാൻ വാദിക്കില്ല. പുഷ്പാങ്കദൻ വിളിച്ചുകൊണ്ട് ഇന്ന് വീണ്ടും അത് പറയേണ്ടി വന്നു എന്ന് മാത്രം. വക്കീലെ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ പുഷ്പാങ്കദ, എന്റെ മോഹനേട്ടന് പ്രയാസമുള്ളതൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കിട്ടുന്ന പണവും പ്രശസ്തിയൊന്നും എനിക്ക് വേണ്ട. അതിനേക്കാട്ടിലൊക്കെ എനിക്ക് വലുത് എന്റെ മോഹനേട്ടന് സന്തോഷം. ശരിയപ്പോ ഇത് ചുമ്മാ മെനക്കെടുത്തലായി പോയല്ലോ വക്കീലെ. ഞാൻ പറഞ്ഞല്ലോ പുഷ്പാങ്കദ, ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കൂ. ശരി. മോഹനേട്ടൻ പോയില്ലേ? ഇതെന്താ പറ്റി? ഞാൻ പോയതായിരുന്നു, പിന്നെ പക്ഷെ തിരിച്ചു വന്നു. എന്തെങ്കിലും മറന്നോ? നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞില്ല. എന്തായാലും മോനേട്ടാ? സോറി. സോറിയോ? എന്തിന്? ഞാൻ നിന്നോട് കുറെ വഴക്കുണ്ടാക്കിയില്ലേ? ഈ തഹസിൽദാരുടെ അളിയനെതിരെ പുഷ്പാങ്കദൻ കൊടുത്ത കേസ് നീയാണ് വാദിക്കുന്നതെന്ന് കരുതിയാ ഞാൻ ദേഷ്യപ്പെട്ടത്. ഞാനാണല്ലോ അത് വാദിക്കുന്നേ. അല്ലെന്ന് എനിക്കറിയാം. നീ പുഷ്പാങ്കദനോട് സംസാരിക്കുന്നത് ഞാൻ ഒളിച്ചു എന്ന് കേട്ടു. ഭയങ്കര. അതെവിടെയത് കേട്ടു? അതൊക്കെ കേട്ടു. നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴാ. ദേഷ്യപ്പെട്ടെന്നും സോറി. അയ്യടാ, എനിക്ക് മോഹനേട്ടനോട് മനസ്സ് നിറയെ സ്നേഹമുണ്ടെന്ന് മോഹനേട്ടനെ മനസ്സിലാവാൻ പുഷ്പാങ്കദൻ വരേണ്ടി വന്നു. സ്നേഹം ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു, പക്ഷെ ഇത്രയും ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇതൊരുപാട് സ്നേഹമായി പോയില്ലേ? അതുകൊണ്ട് സത്യവാൻ അനിയനോട് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറ. നിയമപ്രകാരം ചെയ്തു കൊടുക്കാവുന്ന ചെയ്തു കൊടുക്കാമല്ലോ. സത്യം സത്യം. നീ ഇത്രയും സ്നേഹിക്കുമ്പോ ഞാനും കുറച്ച് സ്നേഹിക്കണ്ടേ? എന്റെ മോഹനേട്ടന്റെ മനസ്സ് നിറയെ സ്നേഹാന്ന് എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ LLB ജയിച്ചത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞത്. കള്ളം പറയാൻ നോക്കണ്ട സാറേ. മാർത്താണ്ഡൻ എന്നൊരാൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പുഷ്പാങ്കദൻ പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അത് ഈ മാർക്കടനാന്ന്. ഈ നാട്ടിൽ അഡ്വക്കേറ്റ് സത്യഭാമയെ പറ്റി അങ്ങനെ പറയുന്ന ഒരേ ഒരാൾ മോഹനേട്ടനല്ലേ? അത് വെറുതെ തമാശ. തമാശ ഇനി വേണ്ട. ഇനിയില്ലല്ലോ. ശരി. ആവശ്യമില്ലാത്ത വാശി കാണിച്ച് അബദ്ധത്തിൽ ചാടുക എന്നത് വില്ലേജ് ഓഫീസർക്ക് ശീലമാണ്. തന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഭാര്യ ഇടപെടാൻ പാടില്ല എന്ന് ശഠിക്കുമ്പോൾ തന്നെ ഭാര്യയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അലമ്പുണ്ടാക്കുന്ന ഈ പ്രകൃതം നിശ്ചയമായും നല്ലതല്ല. എന്തായാലും ഈ പ്രശ്നം ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ പരിഹരിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.